മലയാള ഭാഷ അനാഥമായിരിക്കുന്നു എന്നാണ് സാഹിത്യ ലോകം പ്രതികരിക്കുന്നത്. MT എന്ന ദ്വയക്ഷരി മലയാളത്തിന് അത്ര മാത്രമായിരുന്നു. നേരത്തെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി രക്തം പുരണ്ട മണൽത്തരികൾ വായിച്ചതിനെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു നോവൽ വായിക്കുന്നത് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. നാലുകെട്ട് MT വാസുദേവൻ നായരുടെ. ഇങ്ങനെ ഓരോ മലയാളിയെ സംബന്ധിച്ചും വായന അത്ര വലുതല്ലാത്ത നിസ്സാരരായ സാധാരണ മലയാളിയെ സംബന്ധിച്ചും MT വാസുദേവൻ നായർ എന്ന ആ പേര് അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു പേരായിരിക്കും. അങ്ങനെ ഓരോ മലയാളിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന, മലയാളം സമ്മാനിച്ച ലോക സാഹിത്യകാരനാണ്. മലയാളം കണ്ട ഏറ്റവും മഹാനായ, മലയാളം കണ്ട ഏറ്റവും മികച്ച സാഹിത്യകാരൻ, കഥാവശേഷൻ ആവുകയാണ്. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച കഥകളും തിരക്കഥകളും എഴുതിയ, മലയാള സാഹിത്യത്തിന്, മലയാള നോവൽ സാഹിത്യത്തിന് ഏറ്റവും കനപ്പെട്ട സംഭാവനകൾ നൽകിയ MT വാസുദേവൻ നായർ ഇല്ല എന്ന യാഥാർത്ഥ്യം മലയാള ഭാഷ ഉൾക്കൊള്ളുന്ന മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെ മധു വീണ്ടും ചേരുകയാണ്. മധു, ആശുപത്രിയിൽ ഇപ്പോൾ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് എത്തുന്ന ആളുകളെ എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. എന്താണ് മധുവിന് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇന്ന് രാത്രി ഞാൻ അല്പസമയത്തിനുള്ളിൽ കൊട്ടാരം റോട്ടിലെ സിതാരയിലേക്ക്, MTയുടെ വീട്ടിലേക്ക്, MT പാർത്ത വീട്ടിലേക്ക്, മലയാളം മുഴുവൻ കാത്തു നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച വീട്ടിലേക്ക് അദ്ദേഹം അവസാനമായി ഒരിക്കൽ കൂടി എത്തുന്നു. നാളെ 4 മണിക്കാണ് മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ 5 മണി വരെ ആയേക്കും. കാരണം നമുക്കറിയാം MT എന്ന മനുഷ്യൻ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ തൊട്ട മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു ജനതതി നാളെ കോഴിക്കോട്ടേക്ക് എത്തുന്നു. നമുക്കറിയാം ഇപ്പോൾ തന്നെ വിജനമായിരുന്ന ഒരു ആശുപത്രി മുറ്റം ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. വളരെ വേഗം തന്നെ ഈ നിമിഷങ്ങളിൽ വളരെ വേഗം MTയെ ഒരു നോക്ക് കാണാനായി എത്തുന്നു. ഈ ജനതതി വൈകാതെ കൊട്ടാരം റോട്ടിലെ സിതാരയിലേക്ക് എത്തുന്നു. അഭിലാഷ് നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ആദ്യം വായിച്ചത് MTയുടെ പുസ്തകങ്ങളാണ്, MTയുടെ നോവലുകളാണ്. അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഓരോ മലയാളിയും വിശ്വസിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് 80കളിലെ മലയാളി, ആ മലയാളി മുടി ചീകിയിരുന്നത്, മുണ്ടുടുത്തിരുന്നത്, ഷർട്ട് ഇട്ടിരുന്നത് ഒക്കെ MT എങ്ങനെ ധരിക്കും, MT എങ്ങനെ വസ്ത്രം ധരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. എന്നെ അമ്പരപ്പിച്ചത് ചന്ദ്രശേഖര കമ്പാർ പറഞ്ഞതാണ്. അദ്ദേഹം ഹംപി സർവകലാശാലയിൽ വന്നപ്പോൾ MT ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് കരുതിക്കൊണ്ടാണ് അതിൻ്റെ ഭരണനിർവഹണങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 90 വർഷങ്ങളായി ഒരു എഴുത്തുകാരൻ്റെ അന്തസ്സ് എന്ത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു മലയാളി എഴുത്തുകാരൻ, ഒരു പ്രലോഭനങ്ങൾക്കും പിന്നാലെ കടന്നു പോകാതെ എഴുത്തുകാരൻ്റെ അന്തസ്സ്, അത് ഒരു സമൂഹത്തിൻ്റെ അന്തസ്സാണ്, ഒരു ഭാഷയുടെ അന്തസ്സാണ്. അതിനപ്പുറത്ത് താൻ വ്യവഹരിക്കുന്ന ഭാഷയുടെ ഛന്ദസ് കൂടിയാണ് എന്ന് അനുനിമിഷം മലയാളിയെ ഓർമ്മിപ്പിച്ച എഴുത്തുകാരൻ, ഒരു അധികാരത്തിന് മുന്നിലും ശിരസ് കുനിക്കാത്ത എഴുത്തുകാരൻ, പ്രലോഭനങ്ങളെ തട്ടിമാറ്റിയ എഴുത്തുകാരൻ. ആ എഴുത്തുകാരനാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നത്. മലയാളി അക്ഷരാർത്ഥത്തിൽ അനാഥമാവുകയാണ്. മലയാളിയും മലയാള ഭാഷയും മലയാള സാഹിത്യവും അനാഥമാവുകയാണ്. MT വാസുദേവൻ നായരുടെ മരണത്തിൽ ആദര സൂചകമായി ഡിസംബർ 26, 27 തീയതികളിൽ ഔദ്യോഗികമായ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 26-ന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും മഹാനായ സാഹിത്യകാരന് കേരളം വിട നൽകുകയാണ്. 26, 27 തീയതികൾ, ഡിസംബർ 26, 27 തീയതികൾ, അതായത് നാളെയും മറ്റന്നാളും ഈ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ദുഃഖാചരണമായിരിക്കും. മന്ത്രിസഭാ യോഗം അടക്കമുള്ള എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിരിക്കുകയാണ്. MT മലയാളിയുടെ ഹൃദയവികാരമാണ്, മലയാളിയുടെ അക്ഷരബോധമാണ്. മാതൃഭൂമിയെ സംബന്ധിച്ചും MT വാസുദേവൻ നായർ മാതൃഭൂമി കുടുംബാംഗമാണ്. 1957 അദ്ദേഹത്തിൻ്റെ തൊഴിൽ ജീവിതം ആരംഭിക്കുന്നത് മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിട്ടാണ്. തുടർന്ന് 1968 മുതൽ മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു MT വാസുദേവൻ നായർ. അങ്ങനെ മാതൃഭൂമിയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ മഹാനായ എഴുത്തുകാരൻ, കഥാകാരൻ, നോവലിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ ഒരു കള്ളിയിലും ഒതുങ്ങാത്ത മഹാനായ മലയാളിയാണ്.